Hi everyone, welcome back to my YouTube channel. Hope you all are doing well. Today we are making my most favorite snack in the whole world. One of my most favorite snack in the whole world. I've tasted many people make this, but obviously my most favorite is what Amma makes. So let's invite her to the video. Hi Amma. Hi. So today we are making Amma's very tasty chicken cutlet with a twist. It's made in the air fryer. Without further ado, let's jump into the video. So, we are making this cutlet with a twist. We usually fry it at home. This time we are trying it with an air fryer. One of the most favorite snacks is chicken cutlet. Why do you think, Amma, I'm suddenly a foodie? Because all my childhood, I was never hungry. I could just live without food. സഡൻലി അല്ലായത് എംടെക് ചെയ്യാൻ നേരം ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് വിശപ്പ് തുടങ്ങിയത്. ഫുഡിന്റെ വീട്ടിലെ ഫുഡിന്റെ വില അപ്പൊ മനസ്സിലായി അമ്മയുടെ ഫുഡിന്റെ വില. Suddenly, I was very selective about my fish intake. I would eat only certain kind of fish. But hostel in the I started eating any kind of fish, any meat I got, because I would eat just, once a day. So yeah, that's the story. കുഞ്ഞിലെ ശരിക്കും പറഞ്ഞ ഒരു വയറിലൊരു സിഗരറ്റ് ഇട്ട് ഫുഡ് ഇട്ട് തന്നാലോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു നിനക്ക് ഫുഡ് തരാൻ, ഭക്ഷണം തരാൻ, കഴിപ്പിക്കാൻ. ഈവൻ കുഞ്ഞാവേ ആയിരുന്നപ്പം പാല് കുടിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കവളിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഞാൻ 2 കുത്ത തരും, അപ്പത്തേക്കും അങ്ങനായിരുന്നു. But we've changed. We are gaining weight every now and then now. ഒരു ഫുഡിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. Yes, I love trying food. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ you would understand me and my husband love trying new food. So if you've not watched it, please go watch it right now. It's a very fun video. We shot it when we went to the Global Village on the 25th or 4th of Jan. So yeah. ഇപ്പോൾ ഷുഗർ ഇൻടേക്ക് ഇച്ചിരി കൂടുതലാണോ എന്നുള്ള സംശയമുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം ഐസ്ക്രീം അതെ അതിൻ്റെ ഒരു സീരീസ് ആണ്. Yes. So as you can see, Amma is now shaping cutlets. There is really a science in it. It's very simple. I'm sure all of you must be knowing how to do it. But let's hear from Amma how she made the whole process till now. നമുക്ക് റെസിപ്പി എന്താണെന്ന് കേൾക്കാം. റെസിപ്പിയോ? അത് വളരെ സിമ്പിൾ. ഇതെല്ലാം എൻ്റെ ഓൺ ക്രിയേഷനാണ്. അമ്മയില്ലായിരുന്നു, പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി എനിക്ക് എത്ര കറക്റ്റ് പറയാനൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. സവാള, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത് ഇത്രയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പറിലാണെങ്കിൽ അത്രയും ഈസി ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കൻ അതേമാതിരി ബോൺലെസ് ആണെങ്കിൽ നല്ലത്. അപ്പോൾ എത്ര ഗ്രാംസ് ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ഒരു 5 to 6 പീസസ് വേണമെങ്കിൽ എടുക്കാം, സ്മോൾ പീസസ് ഓഫ് ചിക്കൻ ബ്രെസ്റ്റ്. പിന്നെ പൊട്ടാറ്റോ അതേമാതിരി കുക്കറിൽ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഹാസ് ടു ബി ബോയിൽഡ് വിത്ത് സോൾട്ട് ആൻഡ് പെപ്പർ പൗഡർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം റെഡിയാക്കി വെക്കാം. So that is one thing Amma has always taught me. So when you start cooking, you need everything around you so that you don't end up wasting a lot of time running around finding things. അതെ, സമയം പൊയ്ക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കുക്ക് ചെയ്ത് വലതും ഇരിക്കുന്നു ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനും. അപ്പോൾ സോ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചു, എല്ലാം എടുത്തു വെച്ചു. ഒരു പാൻ എടുത്തു, കുറച്ച് എണ്ണ, ഇത് കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണ അല്ല, ചെറിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. പിന്നെ ഈ അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് സവാള, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇത് ആദ്യം സോട്ട് ചെയ്യേണ്ടത് ജിഞ്ചർ ആൻഡ് ഗാർലിക് ആണ്. ബിക്കോസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേവിൻ്റെ വ്യത്യാസം ഉണ്ട്, കുക്കാവുന്നതിൻ്റെ വ്യത്യാസം. കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഓണിയൻ ഇടാം. അത് അതേമാതിരി അത് അത്രയും ആവണ്ട. ഗ്രീൻ ചില്ലിയും ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം. അതായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് സോൾട്ട് ആൻഡ് പെപ്പർ പൗഡർ, ഗരം മസാല കുറച്ച്
കണ്ടിട്ട് വീഡിയോ എടുക്കില്ലേ, അത് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് ഇട്ട് കഴിഞ്ഞ് അത് ആയിക്കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറൊരു ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലേ പൊട്ടേറ്റോ നമ്മൾ ചൂടോടെ തന്നെ അത് മാഷ് ചെയ്ത് എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് വരുന്നത്. അതായത് കുറച്ചുകൂടി കഴിയുമ്പോൾ അതങ്ങനെ ഇരിക്കും, തണുപ്പ് ഹാർഡാവും. അപ്പം അതെല്ലാം റെഡിയാക്കി വെക്കാം. ഈ തണുത്ത് കഴിഞ്ഞിട്ട് ഈ മസാല നമ്മൾ റെഡി ആയത് പൊട്ടേറ്റോയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാല എന്ന് പറയുന്നത് മനസ്സിലാക്കാം. നമ്മൾ മസാലയിൽ ആദ്യം ഓയിലിൽ ജിഞ്ചർ ഗാർലിക് സോട്ട് ചെയ്തു, പിന്നെ അണിയൻ ആൻഡ് ഗ്രീൻ ചില്ലി സോട്ടേ ചെയ്തു. വി ഓൾസോ ആഡഡ് little bit of pepper, salt and garam masala. When this was ready, we made sure that the potato was mashed properly, and then we mixed all of these together. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 സ്ലൈസ് ബ്രെഡും കൂടെ, ബ്രെഡ് any bread that you have, meaning not chapati and all, it's wheat bread, milk bread, any bread that you have at home. 2 slices. If you can just pulse it with the mixie, you'll get a fine powder. അപ്പോൾ ഇത് ആദ്യം മസാലയും പൊട്ടറ്റോയും കൂടെ ഇട്ടു അല്ലേ, അത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇതേമാതിരി ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചത് പൊടിച്ചെടുത്ത് ഗ്രൈൻഡഡ് എന്ന് മിക്സ് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതിന് മുന്നേ വേണമെങ്കിലും ബ്രെഡ് പൊടിച്ചതും കൂടെ, ബ്രെഡ് പൗഡർ അത് കൂടെ മിക്സ് ചെയ്യുന്നത് ഇത് കുറച്ചൊന്ന് ഹാർഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്ന് വെച്ചാൽ ഷേപ്പിൽ വരും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആയിരുന്നാൽ കുറച്ച് നല്ല ഒരു പറയാം ഫോമാണ്. അതിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഷേപ്പ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്യാൻ കിട്ടും, ഷേപ്പ് അല്ല മോൾഡ് ഒക്കെ കിട്ടും. ബട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ്. ബട്ട് സോ ഇതാണ് പ്രോസസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ് വൈറ്റ് എടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഇത് വെച്ചിട്ട് ആദ്യം എഗ് വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെക്കുക. അതിൽ ഇതേമാതിരി റോൾ ചെയ്തിട്ട് നേരെ ചൂടായ എണ്ണയിൽ വേണം ഇടാനായിട്ട്. ഓൾറെഡി നമ്മൾ പാനിൽ എണ്ണ വെച്ച് ചൂടാവുന്നവരെ അത് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വേർ ദിസ് കട്ട്ലെറ്റ് ഇസ് ഡീപ് ഫ്രൈഡ് ലൈക്ക് പരിപ്പ് വട. അങ്ങനെയല്ല, നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ആണെങ്കിൽ പോലും അത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ബിക്കോസ് അത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതല. പിന്നെ എഗ് എപ്പോഴും എഗ് വൈറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. യെല്ലോ യോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതഞ്ഞു വരും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് അറിയാൻ പറ്റത്തില്ല. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലർ റൈസ് പൗഡറൊക്കെ ആഡ് ചെയ്യും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഓയിലല്ല ഫ്രൈ ചെയ്യുന്നത്. വി ആർ ഫ്രൈയിങ് വിത്ത് എൻ എയർ ഫ്രയർ. ബിക്കോസ് നമ്മൾ ഇതാണല്ലോ യൂഷ്വലി ചെയ്യുന്നത്. നൗ വി ആർ ട്രൈങ് ടു ഗോ ടു ദി ഹെൽത്തി സൈഡ് ഓഫ് ഈറ്റിംഗ് സെയിം ഫേവറേറ്റ് സ്നാക്ക്. അങ്ങനെ എയർ ഫ്രയറിലും നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. Okay, so നമ്മുടെ chicken cutlet is just out of the air fryer. It's very hot. So നമ്മൾ വെച്ചത് is at 200 degrees for 18 minutes, 9 minutes each side. You just have to flip it in between. You get it in nice golden brown color. Without oil? Yes. It's very hot. Let me try. Very hot. Thank you so much for watching. Hope you all enjoyed this video. Please do try this recipe and let me know in the comments how it came out for you. So if you liked our video, please do like, share and subscribe to my channel. See you next time. Until then, bye bye.